നമ്മുടെ വീട്ടിൽ എപ്പോഴും നല്ല പോസിറ്റീവ് എനർജി നിലനിൽക്കുന്നത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലേ. ഒരു നെഗറ്റിവിറ്റി ഇല്ലാതെ നല്ല രീതിയിൽ പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്ന വീട്ടിൽ വല്ലാത്ത സന്തോഷമൊക്കെ ഉണ്ടായിരിക്കും. എല്ലാവർക്കും അങ്ങനെയുള്ളൊരു വീട്ടിൽ കഴിയാനാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ നമ്മുടെ വീടിനെ നല്ല പോസിറ്റിവിറ്റി നിറഞ്ഞ രീതിയിലേക്ക് നിലനിർത്താനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതെല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണെന്ന് അറിയാം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണണം. അതിനോടൊപ്പം തന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളുടെ വീടിൻ്റെ വെൽത്ത് ഏരിയ എവിടെയായിരിക്കും എന്നതിനെ കുറിച്ചും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ഏതൊരു വീടിൻ്റെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഏറ്റവും കൂടുതൽ പരിഗണിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ പ്രധാന വാതിൽ തന്നെയാണ്. നമ്മുടെ മെയിൻ ഡോറ്, ഫ്രണ്ട് ഡോറ് തന്നെയാണ്. ഫ്രണ്ട് ഡോറിലൂടെയാണ് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എനർജി ഉള്ളിലേക്ക് കടക്കുന്നത്. മെയിൻ ഡോറിലൂടെ കയറുന്ന എനർജി പതുക്കെ അതിലൂടെ നമ്മുടെ ഓരോ റൂമിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് വരണം. അങ്ങനെ വന്നിട്ട് റൂമിൽ ഫുള്ളായിട്ടും വീട്ടിൽ മുഴുവൻ നിറഞ്ഞ് നിന്നാൽ മാത്രമാണ് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി നമ്മുടെ വീട്ടിലുണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ സ്മൈൽ വിത്ത് സ്മിയുടെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് ഡോറ് വളരെ നീറ്റായിട്ട് വെക്കുക എന്നുള്ളതാണ്. ഫ്രണ്ട് ഡോറ് നിൽക്കുന്ന ആ ഒരു ഏരിയ ഫുള്ളും വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് വെക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രണ്ട് ഡോറിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും വസ്തുക്കൾ നമ്മുടെ വീടിൻ്റെ ലിവിങ് റൂമിലോ അതോ നമ്മുടെ പുറത്ത് മുറ്റത്തോ ഉണ്ടോ എന്ന് നോക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഡോറിന് തടസ്സമായിട്ട് ചിലപ്പോൾ വാതിലിന് നേരെയായിട്ട് ചിലപ്പോൾ വല്ല തെങ്ങോ പ്ലാവോ അല്ലെങ്കിൽ നിങ്ങൾ വലിയ മരങ്ങളോ ഒക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു എനർജി ഫ്ലോ ആ ഒരു മരത്തെ തട്ടിക്കൊണ്ടായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന എല്ലാ അബണ്ടൻസിനെയും അത് ബ്ലോക്ക് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലെ മുന്നിൽ ഫ്രണ്ട് ഡോറിന് നേരെ മുന്നിലുണ്ടെങ്കിൽ അത് മാറ്റി വെക്കണം. അതുപോലെ തന്നെ ലിവിങ് റൂമിൽ ചിലപ്പോൾ സോഫയോ കാര്യങ്ങളൊക്കെ ഇതിനൊരു തടസ്സമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടക്കുന്നതിന് തടസ്സമായിട്ടുണ്ടാകുന്ന ഒരു സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചില വീടുകളിൽ കാണാം സ്റ്റെയർ കേസ് നേരെ ഫ്രണ്ട് ഡോറിന് അഭിമുഖമായിട്ടായിരിക്കും വരിക. ഫെങ്ഷുയി പ്രകാരം അങ്ങനെ സ്റ്റെയർസ് അതിന് മുന്നിലേക്ക് വരാനായിട്ട് പാടില്ല. ചിലപ്പോൾ ലിവിംഗ് റൂം കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡൈനിങ് റൂം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഡൈനിങ് റൂമിലെ ഡൈനിങ് ടേബിള് ഈ ഫ്രണ്ട് ഡോറിന് നേരെ അഭിമുഖമായിട്ട് ചില വീടുകളിൽ കാണാറുണ്ട്. അതും നമുക്ക് നല്ലതല്ല. നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു എനർജി അത് തടസ്സപ്പെടുത്തും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ലിവിങ് റൂമിൽ നമ്മുടെ സോഫയും ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മെയിൻ ഡോറിന് അഭിമുഖമായി തന്നെയാണ് ഇവയെല്ലാം നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം. പക്ഷേ മെയിൻ ഡോറിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് ഇത് കടന്നു നിൽക്കാനായിട്ട് ഇതിൻ്റെ എൻഡൊന്നും കടന്നു നിന്ന് ഒരു തടസ്സം ഉണ്ടാക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ചില വീടുകളിലെ ബീമുകൾ, തൂണുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിൻ ഡോറിന് നേരെ ഉണ്ടെങ്കിൽ അതും ആ വീടിന് നല്ലതല്ല. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഫെങ്ഷുയി പ്രകാരം ചെറിയ റെമഡീസ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറിൽ നിന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ ബാത്റൂമിൻ്റെ ഡോറ് കാണാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചില വീടുകളിൽ കാണാം നേരെ ആയിരിക്കും ഡോർസ് ഉണ്ടായിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഡോറ് കഴിഞ്ഞാൽ നേരെ ബാക്ക് ഡോറും വർക്ക് ഏരിയയും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ മെയിൻ ഡോറിലൂടെ കിടക്കുന്ന എനർജി നേരെ അങ്ങോട്ട് പാസ് ചെയ്തിട്ട് നേരെ പുറത്തേക്ക് പോകാനായിട്ട് പാടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഡോറിലൂടെ നമ്മുടെ എനർജി കടന്നിട്ട് അത് പതുക്കെ എല്ലാ ഏരിയയിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടാണ് അത് പുറത്തേക്ക് പോവേണ്ടത്. അങ്ങനെയുള്ള വീടുകളിൽ മാത്രമാണ് നല്ല എനർജി നമുക്ക് ഹൈ ആക്കിയിട്ട് വെക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്നും അത്ര പേടിക്കാനുള്ള കാര്യങ്ങളല്ല. ഇതിനൊക്കെ ചെറിയ റെമഡീസ് കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് എനർജി ഹൈ ആക്കാവുന്നതേ ഉള്ളൂ. ചില സമയത്ത് നമുക്ക് അനാവശ്യമായ രീതിയിലുള്ള ഒരു മാനസികമായ പ്രയാസങ്ങൾ അല്ലെങ്കിൽ നമ്മളിലേക്ക് വരുന്ന വെൽത്ത് നമ്മളിൽ നിൽക്കാതെ ഇരിക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്.
വളരെ നല്ല രീതിയിൽ പോസിറ്റീവ് എനർജി ഉണ്ടായാൽ ആ വീട്ടിൽ നല്ല ആരോഗ്യവും നല്ല റിലേഷൻഷിപ്പും നല്ല സന്തോഷവും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. പിന്നീട് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ഇതിൻ്റെ വെൽത്ത് ഏരിയനെ എങ്ങനെ കണ്ടെത്താമെന്നതിനെ കുറിച്ച് പറയാമെന്ന്. അപ്പോൾ നമുക്കിനി അതിനെക്കുറിച്ച് നോക്കാം. ഓരോ വീട്ടിലും ഒരു വെൽത്ത് ഏരിയ ഉണ്ട്. അവിടെ നമ്മൾ എനർജിനെ എൻഹാൻസ് ചെയ്ത് വെക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ഒരു വീടിൻ്റെ വെൽത്ത് ഏരിയ നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ മെയിൻ ഡോറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അറ്റത്ത്, നമ്മുടെ കണ്ണിൻ്റെ ഏറ്റവും അറ്റം എത്തുന്ന ഒരു സ്ഥലത്ത് ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ വെൽത്ത് ഏരിയ എന്നറിയപ്പെടുന്നത്. അവിടെ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങളുടെ വീട്ടിലിരിക്കുന്നത് എന്ന് നോക്കുക. ചിലപ്പോൾ നമ്മൾ കുറേ പഴയ സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടായിരിക്കും, കുറേ ബുക്സൊക്കെ പൊടി പിടിച്ചിട്ടൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ട് വെക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ വെൽത്ത് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ റൂമിലും വേണമെങ്കിലും വെൽത്ത് ഏരിയ നമുക്ക് സെറ്റ് ചെയ്യാം. ആ റൂമിലേക്ക് കിടക്കുന്ന ഡോറിൻ്റെ അവിടെ നിന്നിട്ട് നമ്മുടെ കണ്ണ് ഏറ്റവും അറ്റത്തേക്ക് എത്തുന്ന ആ സ്ഥലത്തുള്ള ലെഫ്റ്റ് സൈഡിലുള്ള കോർണറാണ് നമുക്ക് വെൽത്ത് ഏരിയ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ആ വെൽത്ത് ഏരിയയിൽ നല്ല ഫ്ലവേഴ്സോ അല്ലാച്ചെങ്കിൽ നല്ല പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എൻഹാൻസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ ഒരു വെൽത്ത് ബൗള് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു വീട്ടിൽ വെക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യത്തിന് പണമൊക്കെ വരാനായിട്ട് നമ്മളെ സഹായിക്കും. വെൽത്ത് ബൗൾ എന്ന് പറഞ്ഞാൽ ഇതാണ് വെൽത്ത് ബൗള്. ഇതെൻ്റെ വീട്ടിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ, ഒരു ക്രിസ്റ്റൽ ബൗൾ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ചില്ലുപാത്രം ആയാലും മതി. അതിലേക്ക് നമ്മൾ പല കളറിലുള്ള സ്റ്റോൺസ് ആണ് നമ്മൾ ഇതിലിട്ടിരിക്കുന്നത്, പല കളറിലുള്ള സ്റ്റോൺസ്. അതിനോടൊപ്പം നമ്മൾ ഈ ഗോൾഡൻ കളറുള്ള മണികൾ ഇതിൽ ഭംഗിക്ക് വേണ്ടിയിട്ടുണ്ട്. വളരെ അട്രാക്റ്റീവായിട്ട് ഇരിക്കണം എന്നുള്ളത് മാത്രമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിൽ ഗോൾഡ് കോയിൻസ് ആണ് ഇതിൽ നിറയെ ഇട്ടിരിക്കുന്നത്. 5-ൻ്റെയും 10-ൻ്റെയും 20-ൻ്റെയും ഒക്കെ ഗോൾഡ് കോയിൻസ്. അതിനോടൊപ്പം തന്നെ പുറത്ത് രാജ്യത്തുള്ള നമുക്ക് കിട്ടാവുന്ന അത്രയ്ക്കുള്ള കോയിൻസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ റുപ്പി മാത്രമല്ല, നമ്മൾ പുറത്തുനിന്ന് കിട്ടുന്ന കോയിൻസും നമുക്കിതിൽ ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് അതിൽ ചെറിയൊരു കുബേരനെയും നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വളരെ അട്രാക്റ്റീവ് ആയിരിക്കണം. ഇത് വെൽത്ത് ബൗളാണ്. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നിറയെ സ്വർണ്ണ നാണയങ്ങൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നിറഞ്ഞിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഈ വെൽത്ത് ഏരിയയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കണ്ണിന് നേരെ കാണുന്ന അതേ ഉയരത്തിൽ നമുക്കിത് സെറ്റ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ താഴേക്ക് നോക്കി കാണാതെ ഇങ്ങനെ നേരെ നോക്കുമ്പോൾ ഈ വെൽത്ത് ബൗള് വളരെ അട്രാക്റ്റീവായിട്ട് അവിടെ ഇരിക്കണം. അതൊന്നും പൊടി പിടിച്ചിട്ടിരിക്കരുത്, അത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്ത് വെക്കണം. അപ്പോൾ നല്ല രീതിയിൽ ഈ വെൽത്ത് ബൗൾസും അതുപോലെ കുറച്ച് ചെടികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട് എപ്പോഴും വളരെ പോസിറ്റീവായിരിക്കും. സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകളൊന്നും നമുക്ക് ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ ബെഡ്റൂമിൽ ഒരു വെൽത്ത് ഏരിയ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബെഡ്റൂമിൽ നമ്മൾ വാട്ടർ എലമെൻറ്റും ചെടികളൊന്നും വെക്കാനായിട്ട് പാടില്ല. അപ്പോൾ ബെഡ്റൂമിൽ നമ്മൾ ചെടികളൊക്കെ ഒഴിവാക്കണം. പക്ഷെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു വെൽത്ത് ഏരിയ എന്ന് പറഞ്ഞെടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെടികളും വെള്ളവും ഒക്കെ നമുക്ക് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ആയിട്ട് അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. അല്ല എങ്കിൽ ഞാൻ ഇതിൽ തന്നിരിക്കുന്ന നമ്പറിൽ എന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ വീടും നിങ്ങൾ വാസ്തുപരമായിട്ടുള്ള ഫെങ്ഷുയി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വേറെ കുറേ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ബൈ.